അങ്ങനെ മെഹൽ ചോക്സിയെ ബെൽജിയം പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ത്യയുടെ വാണ്ടഡായ ക്രിമിനലാണ് മെഹൽ ചോക്സി. ഡയമണ്ട് വ്യവസായത്തിൽ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യവസായിയാണ്. ഇന്ത്യക്കാരനാണ്, ബോംബെ ജനിച്ചയാളാണ്. ഇപ്പോൾ ബെൽജിയത്തെ അറസ്റ്റ് ചെയ്ത് ഇന്ത്യക്ക് കൈമാറുന്നു. ഇന്ത്യയുടെ എക്സ്ട്രഡിഷൻ വാറണ്ട് ഉപയോഗിച്ചിട്ട് ബെൽജിയത്തിൽ ചെന്നപ്പോൾ അറസ്റ്റ് ചെയ്തു. ഇദ്ദേഹം ബോംബെ ജനിച്ചയാളാണ്. 1959 ജനനത്തീയതി. ഇപ്പോൾ 64-65 വയസ്സുണ്ട്. ലോകത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഡയമണ്ട് വ്യവസായിയിലെ ഏറ്റവും പ്രമുഖനാണ് ഈ മെഹൽ ചോക്സി. കട്ട് ആൻഡ് ഡയമണ്ടാണ് അദ്ദേഹത്തിൻ്റെ വ്യവസായം. ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായികൾ ഒരാൾ തന്നെയാണ് മെഹൽ ചോക്സി. പക്ഷേ ഇന്ത്യയിൽ നിന്ന് ഓടി ഒളിച്ചു. അദ്ദേഹം ആൻറ്റിഗ്വയിലും ബെർമുഡയിലും ആയി ഒളിവിൽ താമസിച്ചു. 14,000 കോടി രൂപ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും അടിച്ചു മാറ്റി. ആ പണം അടയ്ക്കാതെ അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് മുങ്ങി. അദ്ദേഹത്തിന് ആൻറ്റിഗ്വയിലും അതുപോലെ ബെർമുഡയിലും ആയിട്ട് ആ ചെറിയ കരീബിയൻ ഐലൻഡിൽ അദ്ദേഹം താമസം ഉറപ്പിച്ചു. ലോകത്തെങ്ങും പോകില്ല. അടുത്ത കാലത്ത് അദ്ദേഹം ബെൽജിയത്തിലേക്ക് ചില ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ പോകുന്നുള്ള വിവരം ഇന്ത്യക്ക് ലഭിച്ചു. അതനുസരിച്ച് എക്സ്ട്രഡിഷൻ വാറണ്ട് ഉപയോഗിച്ചിട്ട് ബെൽജിയത്ത് വെച്ച് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു. എത്രയോ വർഷമായി ഇന്ത്യ വിട്ടു പോയ ആളാണ്. 14,000 കോടി പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് മുങ്ങിയ ആളാണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ബാങ്ക് തന്നെയാണ്. അത് ഷെഡ്യൂൾഡ് ബാങ്ക് ആണെങ്കിലും അതിൻ്റെ റിസർവ് ബാങ്കിൻ്റെ അംഗീകാരത്തോടുകൂടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ബാങ്ക് തന്നെയാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്, PNB. അവിടെ നിന്നാണ് 14,000 കോടി ഇദ്ദേഹം ലോൺ എടുത്തിരിക്കുന്നത്. ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഡയമണ്ട് വ്യാപാരി 2 കുടുംബക്കാരാണ്. ബോംബെയിലെ പാലൻപൂരി ജെയിൻസ്, അവർ ആ കുടുംബക്കാർ മുഴുവൻ പാലൻപൂരി ജെയിൻസിൻ്റെ മെയിൻ അവരുടെ ബിസിനസ് കട്ട് ആൻഡ് പോളിഷ്ഡ് ഡയമണ്ടാണ്. ഇന്ത്യയുടെ 70% ഡയമണ്ട് എക്സ്പോർട്ടിൽ 2 കുടുംബക്കാരാണ് മുന്നിൽ നിൽക്കുന്നത്. 70% അവർ തന്നെയാണ് ആ ബിസിനസ് ചെയ്യുന്നത്. പാലംപൂരി ജെയിൻസും അതുപോലെ രണ്ടാമത്തെ ഫാമിലി കത്തിയവാടി പട്ടേലാണ്. ഈ 2 ഫാമിലിക്കാരാണ് അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഇതേ ബിസിനസ് ചെയ്യുന്നു. പട്ടേൽ ഫാമിലി, ജെയിൻ ഫാമിലിയാണ് ഇന്ത്യയുടെ ഡയമണ്ടിലും ജൂവലറിയിലെ 70% ബിസിനസ് ചെയ്യുന്ന ഇവർ 2 പേരുമാണ്. ലോകത്തിൽ അറിയപ്പെടുന്ന ധനാഢ്യന്മാരാണ്. മെഹൽ ചോക്സി ബോംബെ ജനിച്ചെങ്കിലും ആ കുടുംബത്തിൽ ജനിച്ച ആൾ ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ബിസിനസ് നടത്തി. ബോംബെ തന്നെ ഗീതാഞ്ജലി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ഡയമണ്ട് ജൂവലറി സ്ഥാപനം തുടങ്ങി. അതിൻ്റെ ചെയർമാനാണ്. ആ ഗീതാഞ്ജലിയുടെ പേരിലാണ് ഈ 14,000 കോടി രൂപയുടെ ബിസിനസ്. അത്ര ലോണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നെടുത്ത് ഇദ്ദേഹത്തിൻ്റെ ഈ ഇന്ത്യയിലെ ഈ 2 ഗ്രൂപ്പുകളും ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർഡത്തിനെ എല്ലാം കൊണ്ടുവന്ന് പരസ്യത്തിൽ ഉപയോഗിക്കും. ഇന്ത്യയിലെ അറിയപ്പെടുന്ന സൗന്ദര്യ റാണികളെല്ലാവരും ഇവരുടെ പരസ്യം, ഇവർ 2 പേരുടെയും പരസ്യത്തിൽ നിൽക്കും. വേൾഡ് മുഴുവൻ അറിയപ്പെടുന്ന പരസ്യത്തിലേക്ക് പോകുന്നത്. അതിനകത്ത് ഇതുവരെ കണ്ടിരിക്കുന്ന ഐശ്വര്യ റോയ് ഉണ്ട്, ലാറ ദത്ത, 2 പേരും മിസ് വേൾഡായിരുന്നു. അതുപോലെ തന്നെ പ്രിയങ്ക ചോപ്ര നടി, ഷാരൂഖ് ഖാനും ഉണ്ട്, ബിപാസ ബാസു അത് സെക്സ് റാണിയാണ്, കത്രീന കൈഫ്, കരീന കപൂർ, ഇവരൊക്കെയായിരുന്നു ഇവരുടെ ബ്രാൻഡ് അംബാസഡേഴ്സ്. ഈ 2 ഗ്രൂപ്പിലും ഇവരാണ്. പക്ഷേ അതിനകത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ SFIO അന്വേഷണം നടത്തി 12,558 കോടി അവരുടെ കണക്ക്, അത്രയും കോടി വെട്ടിച്ചതായിട്ടാണ് SFIO കണ്ടുപിടിച്ചിരിക്കുന്നത്. ഏതായാലും പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഈ തട്ടിപ്പ്, അവിടുത്തെ സ്റ്റാഫ് ഒരു 6 പേരും അതുപോലെ തന്നെ ഇവരുടെ ഗീതാഞ്ജലി ഗ്രൂപ്പിലെ 6 സ്റ്റാഫും, അങ്ങനെ 12 പേരെ ED അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അതിൽ മെയിൻ കൾപ്രിറ്റിനെ ഇതുവരെ ലഭിക്കാത്തത് കൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് പോയത്. ഇപ്പോൾ എന്തായാലും ഒരു അറസ്റ്റിലേക്ക് വന്നത് വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. ഇന്ത്യയിലെ സ്വർണ്ണ വ്യാപാരം നമുക്കറിയാം, ചില ആൾക്കാരുടെ കുത്തകയാണ്. ഡയമണ്ട് രംഗത്ത് ഇവർ 2 പേരും തന്നെ ഇന്ത്യയിലെ ടോപ്പ്. ധാരാളം ആൾക്കാർ അവർ കട്ട് ചെയ്ത് ഡയമണ്ട് പോളിഷ് ചെയ്ത് വലിയ കാരറ്റ് കൂട്ടി
അതാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ഈ ഡയമണ്ട് വ്യാപാരത്തിൽ ഇത്രയും കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് വരുന്നതിൻ്റെ കാരണം അതാണ്. ഏതായാലും ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ജ്വല്ലറി ഗ്രൂപ്പ് നമ്മുടെ ഒരു മലയാളിയുണ്ട്, ജോയി ആലുക്ക. അദ്ദേഹം $4.4 ബില്യൺ എന്ന് പറഞ്ഞാൽ 36,520 കോടിയുടെ സ്വത്ത് അദ്ദേഹത്തിനുണ്ട്. ജോയി ആലുക്ക ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. ജോയി ആലുക്കയുടെ ഗ്രൂപ്പ് 50ാമത്തെ ഇന്ത്യയിലെ റിച്ചസ്റ്റ് പേഴ്സണാണ്. അതുപോലെ 14,511 കോടിയുടെ ടേൺ ഓവർ ഉണ്ടായിരുന്നു ജോയി ആലുക്കയ്ക്ക്. അദ്ദേഹത്തിൻ്റെ ലാഭം 899 കോടിയാണ്. ഒരു വർഷത്തെ ലാഭമാണത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു മലയാളിയുണ്ട്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്. അവർക്ക് 51,000 കോടിയുടെ ടേൺ ഓവറാണ്. അവരുടെ 6.4 ബില്യൺ, അതായത് 50,000 കോടിയുടെ വിറ്റുവരവാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇന്ത്യയിൽ അറിയപ്പെടുന്ന, ലോകത്ത് അറിയപ്പെടുന്ന ഡയമണ്ട് ജൂവലറി ബിസിനസ്സുകാരാണ്. എന്തായാലും ജോയി ആലുക്കയുടെ ടേൺ ഓവർ US ഡോളറിൽ $330 കോടി എന്നാണ് പറയുന്നത്. എന്തായാലും രണ്ടുപേരും ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇതേ രീതിയിൽ ബിസിനസ് നടത്തിയവരാണ് ഗീതാഞ്ജലി ഗ്രൂപ്പ്. ആ ഗീതാഞ്ജലി ഗ്രൂപ്പാണ്, അതിൻ്റെ മുതലാളിയാണ് 64 വയസ്സുകാരൻ ഒളിയിൽ പോയത്. മറ്റൊരു രാജ്യത്തിൽ ബിസിനസ് ഇവിടെ താർന്നതോടെ അദ്ദേഹം മുങ്ങി. പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ട് അവരുടെ ഇടപാടുകൾ തെറ്റി. അങ്ങനെ അദ്ദേഹം ബെർമുഡായി പോയി. ആ കരീബിയൻ ഐലൻഡിൽ അഭയം പ്രാപിച്ചു. ഇന്ത്യക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുറകെ ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികളുണ്ടായിരുന്നു, NIA അതുപോലെയുള്ള സംഘടനകളും, FII ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ, അവരുടെ ആ ടീമും. അങ്ങനെ അദ്ദേഹം ബെൽജിയത്ത് രഹസ്യമായിട്ട് ചില ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ബെൽജിയത്തിൽ അദ്ദേഹം വന്ന് താമസിച്ചു, പിടിയും വീണു. എക്സ്ട്രഡീഷൻ വാറണ്ട് ഇന്ത്യ അയച്ചു കൊടുത്തു. അവരവിടെ കഴിഞ്ഞ ശനിയാഴ്ച ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ഉദ്യോഗസ്ഥന്മാർ പോയി ഇദ്ദേഹത്തിനെയും അവിടെ നിന്ന് കൊണ്ടുവന്ന് കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്തിട്ട് ഈ പണം മുഴുവൻ തട്ടിച്ച് എങ്ങോട്ടാണ് പോയത്, ആരൊക്കെയാണ് തട്ടിച്ച് കൊണ്ടുപോയത്, ഏതൊക്കെ രാഷ്ട്രീയക്കാർക്കാണ് പണം കൊടുത്തത്, ഏതൊക്കെ സിനിമാക്കാർക്കാണ് പണം കൊടുത്തത് എന്നുള്ള രീതിയിലുള്ള അന്വേഷണങ്ങൾ ഇനി വരും. ഇതുപോലെ ഈ ചോക്സിയെ പോലെ തന്നെ ഒരു 10-21 പേര് 10,000 കോടി രൂപ വെട്ടിച്ച്, ബാങ്കിനെ വെട്ടിച്ച് ഇന്ത്യയിൽ നിന്ന് കടന്നിട്ടുണ്ട്. അതിലൊരു വ്യക്തിയാണ് ഇദ്ദേഹം. ഏതായാലും ഇദ്ദേഹത്തിനെ കിട്ടിയത് നല്ലൊരു ജോലിയാണ്. അത് EDയും SFIയും നല്ല വർക്ക് ചെയ്തിരിക്കുന്നു. കാരണം അതിന് അന്വേഷണത്തിൽ ഇദ്ദേഹത്തിന് കിട്ടിയതുകൊണ്ട് ഇനി അന്വേഷണം കംപ്ലീറ്റ് ചെയ്ത് ചാർജ് ഷീറ്റ് കൊടുക്കാൻ തയ്യാറാവും. ഇങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും ജയിലിലിടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇന്ത്യ അവരുടെ സാമ്പത്തിക സ്രോതസ് ഉള്ളതുകൊണ്ടും മറ്റു രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധമുള്ളതുകൊണ്ടും പല സ്ഥലങ്ങളിലേക്ക് ഇവർ മാറി മാറി സഞ്ചരിച്ച അവസാനം ഇന്ത്യയായിട്ട് നയതന്ത്ര പദ്ധതി വലിയ ബന്ധങ്ങളില്ലാത്ത രാജ്യങ്ങളിൽ ചെന്ന് ചേക്കേറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.